നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ലക്ഷ്മിയമ്മ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. എന്തൊക്കെയാണെങ്കിലും അരുണും നീയും തമ്മിലുള്ള ബന്ധം നടക്കാൻ പോകുന്നില്ല. സച്ചി പറഞ്ഞത് കേട്ടല്ലോ, അവൻ കള്ളത്തരം പറയില്ല, എനിക്കറിയാം. അവൻ എന്തായാലും നന്നായിട്ട് ഈ പറയുന്ന പോലീസുകാരനെ കുറിച്ച് അറിയാം. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. നമ്മുടെ ദേവുവിന്റെ മനസ്സൂടെ കാണണം. അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെയല്ലേ അവള് വിവാഹം കഴിക്കണ്ടേ. ദേവുവിന് തെറ്റത്തൊന്നുമില്ല. നല്ലൊരു ചെറുപ്പക്കാരനെന്ന് ദേവുവിന് തോന്നിക്കാണും. അല്ലെങ്കിൽ പിന്നെ അവള് കയറി പ്രേമിക്കോ. രേവതി, നീ അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. സച്ചി അങ്ങനെ വെറുതെ പറയത്തൊന്നുമില്ല. സച്ചി ശരിക്കും അവന്റെ സ്വഭാവം പഠിച്ചിട്ട് തന്നെയാ, അല്ലാതെ വെറുതെ ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അവന്റെ മനസ്സിൽ അത്രമാത്രം വേദനയും വിഷമം ഉണ്ടായിട്ടുണ്ട്. ദേവു, നിന്റെ മനസ്സിൽ നിന്ന് അവനെ അങ്ങോട്ട് എടുത്തു കളഞ്ഞാരെ. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അവനുമായിട്ടുള്ള നിന്റെ വിവാഹം നടക്കാൻ പോകുന്നില്ല. അതും പറഞ്ഞ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് ശരത്ത് പറഞ്ഞു, സച്ചിയേട്ടൻ എനിക്ക് വിശ്വാസമാ. എന്റെ കാര്യത്തിൽ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സച്ചിയേട്ടൻ പറഞ്ഞ് കേട്ടാ മതി രേവതി ചേച്ചി. സച്ചിയേട്ടൻ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട, അത് തന്നെയാ നല്ലത്. അല്ലാതെ വെറുതെ ഓരോ പ്രശ്നങ്ങൾ എടുത്ത് തലയിലേക്ക് വെക്കേണ്ട കാര്യമില്ല. ദേവു നിന്ന് കരയുവാണ്. അപ്പോഴേക്കും ദേവുവിന്റെ കയ്യിലേക്ക് രേവതി പിടിച്ചു. നീ ഇങ്ങോട്ട് വന്നേ സംസാരിക്കാന്ന് പറഞ്ഞ് ദേവുവിനെ കൂട്ടിക്കൊണ്ട് പോവുക. ദേവുവിനറിയാം ഇനി അമ്മ തന്റെ സഹോദരൻ ഈ ബന്ധത്തിന് സമ്മതിക്കാൻ പോകുന്നില്ലെന്ന്. സച്ചിയേട്ടനാണ്. സച്ചിയേട്ടന്റെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ കയറി കൂടിയിട്ടുണ്ടെന്നൊരു ചിന്തയായിരുന്നു ദേവുവിന്റെ മനസ്സിൽ. അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ദേവു രേവതിയോട് പറഞ്ഞു, ചേച്ചി, സച്ചേട്ടൻ പറഞ്ഞു വന്ന് ശരിയായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നില്ല. അരുണേട്ടൻ പാവ, എനിക്കറിയാം. അല്ലെങ്കിൽ പിന്നെ അരുണേട്ടനെ പോലെ ഒരാളെ ഞാൻ സ്നേഹിക്കുവോ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അല്ല, സച്ചേട്ടനെതിരെ ഈ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ അരുൺ ചെയ്തേ. കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചില്ലേ, അതൊക്കെ ശരിയാച്ചി. പക്ഷേങ്കിലുണ്ടല്ലോ, പോലീസുകാരല്ലേ, അവർക്ക് അവരുടേതായ കാര്യങ്ങളും ന്യായങ്ങളും കാര്യങ്ങളൊക്കെ കാണും. ഈ പറയുന്ന സച്ചേട്ടനെ കുറിച്ച് ആൾക്കാർ എന്തൊക്കെ പറയുന്നു, ഗുണ്ടയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ സച്ചേട്ടൻ എന്താ ഏതാന്നൊക്കെ നമുക്കല്ലേ അറിയത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ അരുണേന്റെ കാര്യം. ഒരു പോലീസുകാരനാകുമ്പോൾ ആൾക്കാർ പലതും പറയും. അവർക്ക് അവരുടെ ജോലി അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാം കൊള്ളരുതാത്തവരാണോ ചേച്ചി. എനിക്കറിയാം മോളെ, നീ ഒരിക്കലും തെറ്റായ ഒരു ബന്ധത്തിൽ ചെന്ന് ചാടില്ലെന്നറിയാം. പക്ഷേങ്കില് ഇപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ നിനക്കറിയാലോ. സച്ചിയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിന്നോടൊപ്പം നിന്റെ നിലപാടിനൊപ്പം നിൽക്കാനായിട്ടാണ് ഞാനും ആഗ്രഹിച്ചേ. അതുകൊണ്ടല്ലേ നീ പറയുന്നൊക്കെ ഞാൻ കേൾക്കണേ. ചേച്ചി, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ബന്ധം നടത്തി തരണം. സച്ചിയനോട് സംസാരിക്കണം. നീ വിഷമിക്കാതിരിക്കുക. ഞാൻ സച്ചിയനോടും അമ്മയോട് സംസാരിക്കാം, ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. കാരണം നിന്റെ മനസ്സിലെ ഇഷ്ടം എത്രയെന്ന് പറഞ്ഞാലും അത് പെട്ടെന്നൊന്നും മാറിപ്പോവില്ലെന്ന് എനിക്കറിയാം. നീ ആദ്യമായിട്ട് സ്നേഹിച്ച പുരുഷനല്ലേ. അപ്പൊ ആഗ്രഹം നടത്തി തരാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം. ചേച്ചി, എങ്ങനെയെങ്കിലും നടത്തി തരണം. അതെ, അരുണേട്ടനില്ലാതെ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഞാൻ അത്രയധികം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. എല്ലാരും പറയുന്ന പോലൊന്നും അല്ല, അരുണേട്ടൻ നല്ലൊരു സ്വഭാവത്തിനുടമയാ. അതെനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. സാരമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ സച്ചേനോട് സംസാരിക്കാം. അതും പറഞ്ഞ് ദേവുവിനെ ആശ്വസിപ്പിച്ചിട്ടാണ് രേവതി ഇറങ്ങുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ സച്ചി ഇങ്ങനെ ആലോചിക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദേവുവിന്റെ വാക്കുകളൊക്കെ ആയിരുന്നു മനസ്സിൽ നിറയുണ്ടായിരുന്നു. അപ്പോഴാണ് രേവതിയുടെ വരവ്. രേവതി വന്ന ഉടനെ ചോദിച്ചു, സച്ചിയേട്ടൻ എന്ത് പരിപാടിയെ കാണിച്ചേ? സച്ചിയേട്ടൻ എന്തിനാ വീട്ടിൽ പോയത്? അതെന്താ, എനിക്ക് വീട്ടിൽ പോകാൻ പാടില്ലേ? വീട്ടിൽ പോകുന്നതിനൊന്നും കുഴപ്പമില്ല അമ്മയോട്. പക്ഷെ സച്ചിയേട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ ഇപ്പൊ പറഞ്ഞേ? നമ്മൾ തമ്മിൽ ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ട് പോരായിരുന്നു അമ്മയോട് പറയണേ. രേവതി, അമ്മയോട് പറയണമെന്ന് എനിക്ക് തോന്നി. അമ്മയാണ് ഈ കാര്യം ആദ്യം അറിയേണ്ടതെന്നും. സച്ചേട്ടാ, ഓടിച്ചെന്ന സച്ചേട്ടൻ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്തിനാ? അതുമൂലം എന്തേലും സന്തോഷം ഉണ്ടായി ആർക്കെങ്കിലും? ഇല്ലല്ലോ. രേവതി, നിനക്ക് അവന്റെ സ്വഭാവം അറിയത്തില്ലാത്തോണ്ടാ. രേവതി പറഞ്ഞു, സച്ചേട്ടാ, അവൻ നല്ലവനാന്നാ ദേവു പറയണേ. ദേവുവിനെ അങ്ങനെ ഒരിക്കലും പിഴയ്ക്കാറില്ല. നല്ലൊരു ചെറുപ്പക്കാരൻ നോക്കി തന്നെ അവള് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അവളുടെ ഇഷ്ടം നടത്തി കൊടുക്കുമല്ലേ നമ്മൾ ചെയ്യണ്ടേ? ഓഹോ, അപ്പൊ നീയും അവൾക്ക് സപ്പോർട്ട് നിൽക്കണം. അല്ലാതെ പിന്നെ സച്ചിയാണെന്ന് ആലോചിച്ച് വയ്ക്കേ. അവളുടെ മനസ്സിൽ അവൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അരുണിനെ. അപ്പൊ പിന്നെ ആ ബന്ധം നടത്തി കൊടുക്കണ്ടേ? അതിൻ്റെ ഇടയ്ക്ക് സച്ചിയേടൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട്, രേവതി, നിന്റെ അച്ഛനില്ല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഇതിനകത്ത് ഇടപെട്ട് വരത്തില്ലായിരുന്നു. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കേണ്ട ഞാനാ. നാളെ ഒരു ദിവസം ദേവുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ടേ അത് കേൾക്കാനായിട്ട്? അവന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയതല്ലേ. എത്രയോ വട്ടം അവൻ എന്നെ ദ്രോഹിക്കാനായിട്ട് ഇറങ്ങിയത്. എന്നിട്ട് വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് ദേവു ചെന്നിട്ടുണ്ടെങ്കിൽ ദേവുവിന്റെ ജീവിതം എന്താവും? സച്ചേട്ടാ, ഈ പറയുന്ന സച്ചേട്ടനും അവനെ വെറുതെ വിട്ടോ? അവൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോ സച്ചേട്ടൻ തിരിച്ചടിച്ചിട്ടില്ലേ? അപ്പൊ രണ്ടുപേരും പെർഫെക്റ്റ് ആണെന്ന് എന്തായാലും ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഓ, ഇപ്പം എന്നോടൊപ്പം നീ നിൽക്കേണ്ടതിന് പരം അവനോടൊപ്പം നിൽക്കുന്നല്ലേ? അതല്ല സച്ചേട്ടാ, ഇവിടെ ദേവുവിന്റെ കാര്യമാണ് പ്രധാനം, അറിയാലോ. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം രേവതി. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവൾക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടെത്താം.
നല്ലൊരു ചെറുപ്പക്കാരന്. അതെ, എന്നെ പോലെ ഒന്നും അല്ല, നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള നല്ലൊരു ചെറുപ്പക്കാരനെ. അപ്പോഴേക്കും രേവതി ചോദിച്ചു, സച്ചേട്ടൻ എന്താ ഒരു പ്രശ്നം? സച്ചേട്ടൻ എന്നെ നോക്കുന്നില്ലേ? നല്ലപോലെ നിന്നെ നോക്കുന്നില്ലേ? ആൾക്കാർ അതും ഇതൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ അങ്ങനെയല്ലല്ലോ. സച്ചി പറഞ്ഞു, രേവതി നിനക്ക് മനസ്സിലാവാഞ്ഞിട്ട് അവന്റെ സ്വഭാവം. അവൻ നന്നായിട്ട് അവളെ നോക്കുന്ന എന്താ ഉറപ്പിരിക്കുന്നേ? ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് അവന് വേണ്ടെന്ന് വെച്ച് അവൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? രേവതി പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല സച്ചേട്ടാ. സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ തമ്മിലല്ലേ ഒന്നാവണ്ടേ? അവര് തമ്മില് സ്നേഹത്തിലല്ലേ? ഓ, എന്നിട്ട് നമ്മൾ അങ്ങനെയൊന്നും അല്ല ഒന്നിച്ചേ. നമ്മൾ അങ്ങനെയാണോ ഒന്നിച്ചേ? എന്നിട്ട് ഇപ്പൊ നമ്മളെങ്ങനെയാ ജീവിക്കുന്നേ? അത് പിന്നെ സച്ചേട്ടാ, നമ്മളും അതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. എന്റെ മനസ്സിൽ വേറൊരു ചെറുപ്പക്കാരനില്ലായിരുന്നു. പക്ഷെ എങ്കില് ദേവുവിന്റെ മനസ്സിൽ അങ്ങനെയല്ല, വേറെ ചെറുപ്പക്കാരനുണ്ട്. ഇനിയിപ്പോ വേറെ അവളെ കെട്ടിച്ചു വിട്ടെന്ന് പറഞ്ഞാലും അവളുടെ മനസ്സിനറിയും അവൻ കാണും, അത് മാറിപ്പോകത്തില്ല. അത് സച്ചേട്ടൻ എന്താ മനസ്സിലാകത്തെ? അപ്പോഴേക്കും സച്ചു പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദേവുവിന്റെ വിവാഹം അവനോടൊപ്പം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല. രേവതി പറഞ്ഞു, എന്തൊക്കെ വന്നാലും ശരി, അവൾക്ക് അവൻ ഇഷ്ടമാണെങ്കിൽ ആ ബന്ധം നടത്തി കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നേ. ഇനിയിപ്പോ സച്ചേട്ടൻ എതിർപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? എന്റെ വാക്കിന്റെ വിലയില്ലല്ലേ? അങ്ങനെ അവർ രണ്ടുപേരും അതിന്റെ പേരിൽ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. രേവതിക്ക് ഭയങ്കര വിഷമമായിരുന്നു, തന്നെ മനസ്സിലാക്കുന്നില്ലോ സച്ചേട്ടന് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പിന്നീട് ദേവു ഇങ്ങനെ ഓരോന്നൊക്കെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് ദേവുവിന്റെ ഫോണിലേക്ക് കോള് വരുന്നത്. അരുണിന്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോൾ ദേവു ഒരു നിമിഷം ആലോചിച്ചു. അപ്പോഴേക്ക് ലക്ഷ്മിയമ്മ ഒന്ന് നോക്കുകയാണ്. പക്ഷെ ഫോൺ ബെല്ലടിച്ചിട്ട് എടുത്തില്ല. അരുണിന് ഭയങ്കര ടെൻഷനായി. ഇവളെന്താ കോൾ എടുക്കാത്തതെന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പം സച്ചിയും സുധി അവരെല്ലാവരും കൂടെ ടെറസിന്റെ മോള് കൂടുകയാണ്. ശ്രീകാന്തും ഉണ്ടായിരുന്നു. ബിയറൊക്കെ മേടിച്ച് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധി പറഞ്ഞു, അവളെന്നോട് ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പൊ അവള് വേറെ ആരെങ്കിലും തേടി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സുധി ഇരുന്ന് കരയുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, എന്നവളെ കല്യാണം കഴിച്ച അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. അതെല്ലാം കേട്ടുകൊണ്ടെന്ന് സച്ചി പറഞ്ഞു, എല്ലാത്തിനും കാരണം ആ പോലീസുകാരനെ. പോലീസുകാരനോ? അയാളിപ്പോ ഇത് എവിടെ നിന്ന് വന്നു? അയാളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ലോ. ഏത് പോലീസുകാരൻ്റെ സച്ചിയേട്ടൻ പറയണേ? സച്ചി പറഞ്ഞു, എല്ലാത്തിനും കാരണം അവനാ, അവൻ ഒറ്റ ഒരുത്തനാ. അപ്പോഴേക്ക് സുധി പറഞ്ഞു, എനിക്കുള്ളത്ര പ്രശ്നമൊന്നും നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ. എന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, ശ്രുതിയേട്ടൻ ഒരു കാര്യം ചെയ്യുക, ശ്രുതി അടുത്ത് പോയി വിളിച്ചോണ്ട് വാ. ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മ എന്നെ കൊല്ലത്തുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സച്ചി ശ്രീകാന്തിനോട് പറഞ്ഞു, എടാ നിനക്കെന്താടാ പ്രശ്നം? എന്റെ സച്ചേട്ട, എനിക്ക് പ്രശ്നമല്ലേ ഉള്ളൂ. സച്ചേട്ടൻ അറിയാലോ, അവൾ പ്രഗ്നന്റ് ആയതിനു ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരിക്കണേ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എനിക്കൊന്നും പറയണ്ട. അല്ല സച്ചേട്ടൻ ഇപ്പൊ എന്താ പുതിയ പ്രശ്നം? എടാ, ദേവനെ കല്യാണം കഴിക്കാനൊരു പോലീസുകാരൻ വരുന്നുണ്ട്. ആ പോലീസുകാരൻ ആരെന്നറിയോ? ഞാനുമായിട്ട് ശത്രുതയുള്ളവനാ. അവനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അവൾക്കാണെങ്കിൽ അവനെ മാത്രം മതിയെന്ന. എങ്ങനെയെങ്കിലും ആ ബന്ധം ഒന്ന് മാറ്റി വിടണം. അതെന്തിനാ സച്ചേട്ടൻ അങ്ങനെ ചെയ്യുന്നേ? സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ തമ്മിൽ ഒന്നാവട്ടെ എന്ന് ശ്രീകാന്ത് പറഞ്ഞു. ഓഹോ, അപ്പൊ നീയോ അവർക്ക് സപ്പോർട്ട് ചെയ്യുവാണോ? ഉള്ള കാര്യമല്ല സച്ചേട്ടൻ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു. സച്ചിക്ക് ആകപ്പാടെ സമനിലെറ്റുന്ന പോലെ തോന്നി. അങ്ങനെ അവര് ബിയറെല്ലാം കുടിച്ചു കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു. അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോവാണ്. പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് ചായയെ കൊണ്ട് കൊടുത്തിട്ട് രേവതി അങ്ങ് തിരിയുമ്പോഴാണ് രേവതിയുടെ ഫോൺ ബില്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ ദേവുവാണ്. എന്താ മോളെന്ന് ചോദിച്ചു. അതെ, ഇന്ന് അരുണേട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അരുണേട്ടനും കൂടെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് പറയണം. ഒരു നിമിഷം രേവതി ഞെട്ടിപ്പോയി. എൻ്റെ ഭഗവാനെ, ഇനി എന്തൊക്കെയാ സംഭവിക്കണമെന്ന് അറിയത്തില്ല. ഇതെങ്ങാനും സച്ചിയുടെ അറിഞ്ഞിട്ടുണ്ടോ തീർന്നു. അപ്പം അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.